മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിന് മുൻപ് നിരീക്ഷകരുടെ റിപ്പോർട്ട് കാത്ത് ഹൈക്കമാൻഡ്. ഭൂരിപക്ഷ എംഎൽഎമാരുടെയും എംപിമാരുടെയും പിന്തുണ കെസിക്കാണെങ്കിലും എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം മറികടന്ന് രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുമോ എന്നാണ് ആകാംക്ഷ. കെസി മുഖ്യമന്ത്രിയായാലുള്ള ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ഹൈക്കമാൻഡ് പരിശോധിക്കും. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, ഈ നിരീക്ഷകർ തിരിച്ചെത്തി ഹൈക്കമാൻഡിനെ അഭിപ്രായം അറിയിക്കണം. അപ്പോഴും ഇപ്പോൾ ഖാർഗെ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും ഒക്കെ ആരെ പിന്തുണയ്ക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ഹൈ പ്രഷറിലാണല്ലേ ഹൈക്കമാൻഡ്? റോഷ്നി, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഹൈക്കമാൻഡിലേക്കാണ്. കാരണം ഒറ്റ പേര് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഹൈക്കമാൻഡാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിരീക്ഷകർ സംസ്ഥാനത്തുണ്ട്. ഇതിനോടൊപ്പം തന്നെ എംഎൽഎമാരുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ഘടകകക്ഷി നേതാക്കളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ട ശേഷം ഇപ്പോൾ ദില്ലിയിലേക്ക് അവർ വരികയാണ്. റിപ്പോർട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ബാക്കി നടപടിയിലേക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഹൈക്കമാൻഡ് കടക്കുക. ഇതിനോടകം തന്നെ പൂർണ്ണമായും ഭൂരിഭാഗം എംഎൽഎമാരുടെ പിന്തുണ, എംപിമാരുടെ പിന്തുണയൊക്കെ കെ സി വേണുഗോപാലിനാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തത് ഹൈക്കമാൻഡാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി പോകാൻ അനുവദിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യത്തിൽ അവസാന തീരുമാനം എന്താണെങ്കിലും എടുക്കേണ്ടത്. ആ തീരുമാനം രാഹുൽ എടുക്കുമോ എന്നാണ് വലിയ ആകാംക്ഷ. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പറഞ്ഞ എംഎൽഎമാരുടെ പിന്തുണയ്ക്കൊപ്പം കഴിഞ്ഞ നാളത്തെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡ് എന്താണെങ്കിലും പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. എന്താണെങ്കിലും റിപ്പോർട്ട്, അതായത് നിരീക്ഷകരുടെ റിപ്പോർട്ട് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാകുക. അതിനുശേഷം ഹൈക്കമാൻഡ് മൂന്ന് നേതാക്കളെയും, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ എന്നീ മൂന്ന് നേതാക്കളെയും ദില്ലിയിലേക്ക് ഒപ്പിച്ച് ഇവിടെ വിശദമായി തന്നെ ചർച്ചകൾ നടത്തും. ആ ചർച്ചകൾക്ക് ഒടുവിൽ തന്നെയാണ് അവസാനവട്ട തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. മൂന്ന് പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുക. പ്രത്യേകിച്ച് മൂന്ന് പേർക്കും എന്തായാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും മൂന്ന് പേരെയും തൃപ്തിപ്പെടുത്തിയൊരു തീരുമാനത്തിലേക്ക്, സമവായത്തിലേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ശ്രമിക്കുക. അതേസമയം അവസാന നിമിഷത്തും ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കെ സി വേണുഗോപാൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, കെ സി മത്സരിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസ് നേരിടേണ്ടി വരിക. ഒന്ന്, മുഖ്യമന്ത്രിയാവുന്ന കെ സിക്ക് മത്സരിക്കണം. അതോടൊപ്പം കെ സി ഒഴിയുന്ന ലോക്സഭാ സീറ്റിൽ മത്സരം നടക്കും. രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസം ദില്ലിയിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ പദവിയിലേക്ക്, പ്രത്യേകിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറിയിലേക്ക് ഒരാളെ കണ്ടെത്തേണ്ട സാഹചര്യമില്ല. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ എന്താണെങ്കിലും കെ സി മുഖ്യമന്ത്രിയായാൽ ഹൈക്കമാൻഡിന് മുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിലേക്ക് തീരുമാനം തന്നെയായിരിക്കും ഇതിലെ അവസാന തീരുമാനം. ഈ പറഞ്ഞ നിലവിൽ വി ഡി സതീശനും കെ സി വേണുഗോപാൽ മാത്രമാണ് മുൻനിരയിൽ മത്സരിക്കുന്നുള്ളൂ. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ രണ്ട് നേതാക്കൾക്കിടയിൽ സമവായ സ്ഥാനാർത്ഥിയെ മാത്രം വന്നെങ്കിൽ മാത്രമാണ് രമേശ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും എന്താണെങ്കിലും ഉള്ളൂ. അവസാന വട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ ദില്ലിയിൽ നടക്കും. എന്താണെങ്കിലും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച മുമ്പായി തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വിവരം നൽകുന്നത്. റോഷ്നി.